ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മസാല തേച്ചിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഈ രീതിയിൽ മസാല തേച്ച് വയ്ക്കുക ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ പാനിൽ പാർന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇത് മുഴുവൻ ലെഗ് പീസാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. നമ്മൾ മസാല തേക്കുമ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസുമേൽ അങ്ങനെ വാരിട്ട് കൊടുത്താൽ പിന്നെ മസാല അതിലേക്ക് നല്ല രീതിയിൽ പിടിക്കും. പിന്നെ വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് ചേർത്തിട്ട് മസാല ആക്കി എടുക്കുക. 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കണം. മറിച്ചെടുക്കുക. ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിനി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇത്ര മതി. ഇത് ഫ്രൈ ചെയ്ത് വെച്ചതിന് തന്നെ വെളിച്ചെണ്ണ ഉണ്ടാവും ബാക്കി. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം. ഒരു സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യാം. ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് 2 തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളി നല്ല ഉടഞ്ഞ് ചേരണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ ആദ്യം ചിക്കൻ മസാല തേച്ചൊക്കെ ഫ്രൈ ചെയ്തതല്ലേ, കുറച്ച് മസാല മതി. ഒരു കറുവപ്പട്ടേൻ്റെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റെസിപ്പി ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മതി. മസാല നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തെടുക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം അതുപോലെ ചേർത്ത് നല്ല മിക്സ് ചെയ്യുക. ഇതിന് തിളച്ചിട്ട് നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കുക. ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 3 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോഴേക്ക് തിളച്ചിട്ടുണ്ട് 3 മിനിറ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇത് വെന്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഹാഫ് ഫ്രൈ അല്ല ആയിട്ടുള്ളൂ. ഒന്ന് 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുക. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർക്കുക. അതാ മല്ലിയില ചേർക്കുക. ഇന്നത്തെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ബൈ.